Good morning, students. How are you? Are you fine? Are you all happy? എല്ലാവരും സന്തോഷത്തിലാണോ? I hope all of you are doing well. Now you are in 4th standard. Do you forgot me? My name is Lisa Umman. I am your computer teacher. We should study computer this year also. ഈ വർഷം നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കണ്ടേ? Do you want to go computer lab? ഈ വർഷം നമുക്ക് കമ്പ്യൂട്ടർ ലാബിൽ പോകണ്ടേ? We can go when the school will reopen. സ്കൂള് തുറക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ലാബിൽ പോകാം. Do you all got computer test? നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ടെസ്റ്റ് കിട്ടിയല്ലോ. Now we can study the first lesson. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ലെസൺ പഠിക്കാം. Our first lesson is computer basics. What is a computer? Computer is an electronic machine. Computer എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ്. In this chapter we have first we have study data. ഈ ലെസണിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ഡേറ്റ എന്താണെന്നാണ്. What is data? Any piece of information is known as data. എല്ലാ ഇൻഫർമേഷനെയും പറയുന്ന പേരാണെന്ത്? ഡേറ്റ. ഡേറ്റ ക്യാൻ ബി പ്രോസസ്ഡ് ടു ക്രിയേറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഡേറ്റ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? യൂസ്ഫുൾ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യും ഡേറ്റ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് റിപ്പോർട്ട്സ്, ഗ്രാഫ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, യു ഫിൽ അഡ്മിഷൻ ഫോംസ് വൈൽ ടേക്കിംഗ് അഡ്മിഷൻ ഇൻ എ സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ ഒരു അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദിസ് ഫോം കൺസിസ്റ്റ് ഓഫ് റോ ഫാക്ട്സ്. ദീസ് റോ ഫാക്ട്സ് ആർ നെയിം, ഫാദേഴ്സ് നെയിം, അഡ്രസ് എക്സെട്ര. സ്കൂളിൽ ഒരു അഡ്മിഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നമ്മളുടെ പേര് എഴുതും, നെയിം. ദെൻ നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം, ഫാദറിൻ്റെ നെയിം എന്താണ്, അഡ്രസ്സ് എക്സെട്ര. അപ്പോൾ ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ്. അഡ്മിഷൻ ഫോമിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അഡ്രസ്, ഏജ്, ക്ലാസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡേറ്റ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെയിമൊക്കെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി വാട്ട് ഈസ് ഇൻഫർമേഷൻ? എന്താണ് ഇൻഫർമേഷൻ? ദ പ്രോസസ്ഡ് ഡേറ്റ ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഇത് പ്രോസസ്സ് ചെയ്ത് വരുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫർമേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഡേറ്റ? എന്താണ് ഡേറ്റ? എനി പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഡേറ്റ. ഓരോ ഇൻഫർമേഷൻ്റെ ഓരോ പീസിനും പറയുന്ന പേരാണെന്ത്? ഡേറ്റ എന്ന് പറയും. വാട്ട് ഈസ് ഇൻഫർമേഷൻ? ദ പ്രോസസ്ഡ് ഡേറ്റ ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഡേറ്റ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഇതിന് പറയുന്ന പേരാണെന്ത്? ഇൻഫർമേഷൻ. ഓക്കെ, വാട്ട് ഈസ് ഡേറ്റ? എനി പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഡേറ്റ. What is information? The processed data is known as information. Process ചെയ്ത ഡേറ്റയെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തേക്ക് നോക്കി. ലുക്ക് അറ്റ് ദിസ് വേർഡ്സ്. വിച്ച് ആർ ദ വേർഡ്സ്? എന്തൊക്കെയാണ് വേർഡ്സ്? സ്കൈ ഉണ്ട്, റെഡ്, ബ്ലൂ, ട്രീ, ഗ്രീൻ, പെൻ. ഓക്കെ, ദിസ് ആർ ഡേറ്റ. ഡേറ്റയ്ക്ക് എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് വേർഡ് എന്താണ്? സ്കൈ. ദെൻ സെക്കൻഡ് റെഡ്, ദെൻ ബ്ലൂ, ദെൻ നെക്സ്റ്റ് വേർഡ് ട്രീ, ഗ്രീൻ, പെൻ. ദീസ് ആർ ഡേറ്റാസ്. ഈ വേർഡ്സിനെ നമ്മൾ എന്ത് പറയും? ഡേറ്റ ആണെന്ന് പറയും. ദീസ് വേർഡ്സ് ആർ ഡേറ്റ. ദെൻ നെക്സ്റ്റ് സെന്റൻസ് ഈസ് ദ സ്കൈ ഈസ് ബ്ലൂ. എന്താണ്? സ്കൈ ഈസ് ബ്ലൂ. എന്താ അതിൻ്റെ മീനിങ്? വാട്ട് ഡു യു മീൻ ബൈ സ്കൈ ഈസ് ബ്ലൂ? ആകാശത്തിന്റെ നിറം നീലയാണെന്ന് പറഞ്ഞേക്കുക അല്ലേ? അപ്പോൾ അതൊരു സെന്റൻസ് ആയി. അപ്പോൾ ഡേറ്റ ചേർന്ന് ഒരു സെന്റൻസ് ആയപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫർമേഷൻ. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അത് ഇൻഫർമേഷൻ ആണ്. സ്കൈ എന്ന് മാത്രം വന്നപ്പോൾ എന്താണ്? അത് ഒറ്റ വേർഡേ ഉള്ളൂ, വൺ വേർഡ് മാത്രം അല്ലേ? ആ വൺ വേർഡ് മാത്രം വന്നപ്പോൾ അതിനെ എന്ത് പേര് പറഞ്ഞു? ഡേറ്റ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഡേറ്റ എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്കൈ, റെഡ്,
ബ്ലൂ, ട്രീ, എക്സെട്ര. സ്കൈ എന്ന് മാത്രം എഴുതിയപ്പോൾ ആ വേർഡിന് നമ്മൾ എന്ത് പേര് വിളിച്ചു? ഡേറ്റ. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ദാറ്റ് ഈസ് ഇൻഫർമേഷൻ. സ്കൈയുടെ നിറം നീലയാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു സെന്റൻസ് ആയി, ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആയി. അപ്പോൾ മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ. ഒരു സിംഗിൾ വേർഡാണെങ്കിൽ എന്താ അതിന് പേര് വിളിക്കുന്നത്? ഡേറ്റ. സ്കൈ അതൊരു സിംഗിൾ വേർഡാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ഡേറ്റ എന്ന് പറഞ്ഞു. ആ വേർഡ് ഒരു മീനിങ് ഫുൾ ആയപ്പോൾ എന്തായി? അതിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ഇൻഫർമേഷൻ. സ്കൈ ഈസ് ഡേറ്റ. സ്കൈ ഈസ് ബ്ലൂ എന്ന് പറഞ്ഞപ്പോൾ അതെന്തായി? ഇൻഫർമേഷൻ ആയി. നമുക്ക് ഡേറ്റ ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? വാട്ട് ഈസ് ഡേറ്റ? എനി പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഡേറ്റ. ഓരോ ഇൻഫർമേഷന്റെ ഓരോ പീസസിനും വിളിക്കുന്ന പേരാണ് എന്ത്? ഡേറ്റ. വാട്ട് ഈസ് ഇൻഫർമേഷൻ? ദ പ്രോസസ്ഡ് ഡേറ്റ ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഡേറ്റ പ്രോസസ്സ് ചെയ്ത് വരുന്നതിന് നമ്മൾ എന്ത് പേര് വിളിക്കും? ഇൻഫർമേഷൻ. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ദ ട്രീ ഈസ് ഗ്രീൻ. ട്രീയുടെ നിറം എന്താണ്? ഗ്രീൻ. അപ്പൊ അതൊരു ഇൻഫർമേഷനാണ്. ട്രീ മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ട്രീ മാത്രം വന്നാൽ എന്താ പേര് പറയുന്നത്? ഡേറ്റയാണെന്ന് പറയും. ട്രീ ഈസ് ഗ്രീൻ പറഞ്ഞപ്പോൾ എന്തായി? അത് ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. വാട്ട് ഈസ് ഡേറ്റ? എനി പീസ് ഓഫ് information is known as data. Example, sky, tree, etc. Then what is information? The processed data is known as information. ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ. എക്സാമ്പിൾ, സ്കൈ ഈസ് ബ്ലൂ, ദ ട്രീ ഈസ് ഗ്രീൻ. എക്സാമ്പിൾ അതൊക്കെയാണ്. ഓക്കെ. ദെൻ ഇൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഇൻപുട്ട്. എന്താണ്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഇൻപുട്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റ, സ്കൈ പറഞ്ഞു, ബ്ലൂ പറഞ്ഞു, ട്രീ പറഞ്ഞു, അതെല്ലാം ഡേറ്റയാന്ന് പറഞ്ഞു. ഈ ഡേറ്റയായ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നതിനാണ്, കമ്പ്യൂട്ടറിന് ഈ ഡേറ്റയൊക്കെ നമ്മൾ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട്. അപ്പോൾ വാട്ട് ഈസ് ഇൻപുട്ട്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഡേറ്റ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇൻപുട്ട്. ആൻഡ് ദ ഡിവൈസ് യൂസ്ഡ് ദ എൻ്റർ ഡേറ്റ ഇൻ ടു എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ ഈ ഇൻപുട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ വാട്ട് ഈസ് ഇൻപുട്ട്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഫസ്റ്റിൽ നമ്മൾ പഠിച്ചു ഡേറ്റ എന്താണെന്ന്. നമ്മൾ കൊടുക്കുന്ന ഓരോ വേർഡ്സും എന്താണ്? ഡേറ്റയാണ്. ഈ ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട്. ഇനി ഈ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ ഡിവൈസസ് യൂസ് ചെയ്യും. ആ ഡിവൈസസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട് ഡിവൈസ്. വാട്ട് ഈസ് ഇൻപുട്ട്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഇൻപുട്ട്. ദ ഡിവൈസ് യൂസ്ഡ് ടു എൻറ്റർ ദ ഡേറ്റ ഇൻ ടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ പഠിച്ചു, ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു അല്ലേ? വാട്ട് ഈസ് ഇൻപുട്ട്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഡേറ്റ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയും. വാട്ട് ഈസ് ഇൻപുട്ട് ഡിവൈസ്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ദ ഡിവൈസ്. അതിന് യൂസ് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട് ഡിവൈസ്. The most commonly used input devices are keyboard and mouse. നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കീബോർഡ്, മൗസ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് ആരൊക്കെ? കീബോർഡ് ആൻഡ് മൗസ്. അപ്പം ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? കീബോർഡ് ആൻഡ് മൗസ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ് ആൻഡ് മൗസ്. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ഇൻപുട്ട്? മിസ് ഒന്നുകൂടെ പറയുകയാണ്. ഇൻപുട്ട് എന്താണെന്നാ പറഞ്ഞത്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഇൻപുട്ട്. വാട്ട് ആർ ഇൻപുട്ട് ഡിവൈസ്? ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ യൂസിങ് എ ഡിവൈസ്. ഡേറ്റ എൻ്റർ ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട് ഡിവൈസസ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് ആർ വാട്ട്? ഏതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ്? കീബോർഡ് ആൻഡ് മൗസ്. ഓക്കെ. ദെൻ
നെക്സ്റ്റ് വി ഹാവ് സ്റ്റഡി വാട്ട് ഈസ് ഔട്ട്പുട്ട്. എന്താണ് ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഔട്ട്പുട്ട്? ദ പ്രോസസ്ഡ് ഡാറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ദ CPU. The processed data obtained from the CPU is known as output. What is output? The processed data obtained from the CPU. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ എന്ത് ചെയ്യുന്ന CPU പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരാണെന്ത്? ഔട്ട്പുട്ട്. അപ്പം വാട്ട് ഈസ് ഇൻപുട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ഔട്ട്പുട്ട്? വാട്ട് ഈസ് ഔട്ട്പുട്ട്? എന്താണ് ഔട്ട്പുട്ട്? ദ പ്രോസസ്ഡ് ഡേറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ദ CPU. പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഔട്ട്പുട്ട്. ദ ഡിവൈസസ് ജനറേറ്റ്സ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് നമ്മളെ കാണിക്കുന്ന ഡിവൈസസിന് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ്. അതുപോലെ ഔട്ട്പുട്ട് നമ്മളെ കാണിച്ചു തരുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ദ പ്രോസസ്ഡ് ഡേറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ദ CPU. പ്രോസസ്സ് ചെയ്ത ഡേറ്റ ഒബ്റ്റൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നു. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഔട്ട്പുട്ട് ഡിവൈസസ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് അറിയാവോ? വിച്ച് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ്? മോണിറ്റർ ആൻഡ് പ്രിന്റർ. മോണിറ്ററും പ്രിന്ററുമാണ് നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾ മോണിറ്ററിൽ എല്ലാം കാണുന്നത്, നമ്മൾ എഴുതുന്നത് കാണുന്നുണ്ട്, വരയ്ക്കുന്നത് കാണുന്നുണ്ട്. ഇതെല്ലാം എവിടെയാണ് കാണുന്നത്? മോണിറ്ററിൽ. അപ്പം അതുപോലെ പ്രിന്ററെ നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പ്രിന്റ് ഔട്ട് കിട്ടും. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്, കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നതിനെ എല്ലാം വിളിക്കുന്ന പേരാണെന്ത്? ഔട്ട്പുട്ട് എന്ന്. കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് ആരൊക്കെയാണ്? കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഏതൊക്കെ? മോണിറ്റർ ആൻഡ് പ്രിന്റർ. ഇനി കോമൺലി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് ആരൊക്കെയാണെന്ന് അറിയാവോ? കീബോർഡ് ആൻഡ് മൗസ്. കീബോർഡ് മൗസ് മാത്രമാണ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ളത്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? സ്കാനർ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസാണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്. സ്കാനർ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും. എന്തെങ്കിലും നമ്മൾ സ്കാൻ ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സ്കാനറിനെ എടുക്കും. മൈക്രോഫോൺ, നമുക്ക് നമ്മുടെ വോയിസ് ഒക്കെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോഫോൺ എടുക്കും. പിന്നെ അതുപോലെ ക്യാമറ, ഡിജിറ്റൽ ക്യാമറയുണ്ട്, വെബ് ക്യാമറയുണ്ട്, അല്ലേ? ഈ ക്യാമറ എല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. അതുപോലെ ലൈറ്റ് പെൻ ഉണ്ട്, ജോയ്സ്റ്റിക് ഉണ്ട്. മൗസ് പോലെ തന്നെ നമ്മൾ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യും ജോയ്സ്റ്റിക്കും ലൈറ്റ് പെന്നും ഒക്കെ. ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ. നമ്മൾ പക്ഷേ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഇൻപുട്ട് ഡിവൈസസ് ആണ് ആരൊക്കെ? കീബോർഡ്, മൗസ്. ബാക്കി വേറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. മൈക്രോഫോണ്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാമറ, ലൈറ്റ് പെന്ന്, ജോയ്സ്റ്റിക്ക് എക്സെട്ര ഇൻപുട്ട് ഡിവൈസ്. ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇനി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആരൊക്കെയാണെന്ന് അറിയാവോ? ആരൊക്കെയാണ്? മോണിറ്റർ ആൻഡ് പ്രിന്റർ. അതുപോലെ LCD പ്രൊജക്ടർ, അത് ഔട്ട്പുട്ട് ഡിവൈസാണ്. നമ്മുടെ സ്കൂളിൽ നമ്മൾ കാണത്തില്ലേ, മിസ് പ്രൊജക്ടറിൽ ഇങ്ങനെ കാണിക്കുമല്ലോ വലുതായിട്ട്. അതെന്താണ്? ആ പ്രൊജക്ടറും എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ പ്രിന്റർ, മോണിറ്റർ, പ്രൊജക്ടർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് പഠിച്ചു, ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെന്ന് പഠിച്ചു, അല്ലേ? ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ പഠിച്ചു, ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ പഠിച്ചു. ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ഒരുപാടുണ്ട്. നമ്മൾ രണ്ടെണ്ണമേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? കീബോർഡ് ആൻഡ് മൗസ്. ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? പ്രിന്റർ ആൻഡ് മോണിറ്റർ. മോണിറ്ററും പ്രിന്ററും. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, our next topic is printer. ഇനി പ്രിന്ററിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയാണ്. പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പഠിച്ചു. ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഇനി പ്രിന്ററിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് പ്രിന്റർ? പ്രിന്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, പ്രിന്റർ എന്താണെന്ന്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇറ്റ് പ്രിന്റ്സ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഓൺ പേപ്പർ. പ്രിന്റർ എന്തുവാ ചെയ്യുന്നേ? ഇറ്റ് പ്രിന്റ് ചെയ്യും. എന്താണ്? പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഓൺ പേപ്പർ. യു സി പ്രിന്റർ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പ്രിന്റർ. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ വരുമ്പോൾ മിസ് പ്രിന്റ് എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? പേപ്പർ വെച്ച് കൊടുക്കും, പേപ്പർ അതിൽ കൂടെ കയറി ഇറങ്ങി പ്രിന്റ് ഔട്ട് എടുത്ത് വരും. കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ പ്രിന്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രിന്റ്സ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ഇൻഫർമേഷനെ പ്രിന്റ് എടുത്ത് നമുക്ക് പ്രിന്റ് ഔട്ടായിട്ട് കിട്ടും. ഓക്കെ, അതാണ് പ്രിന്റർ ചെയ്യുന്ന ജോലി. വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്രിന്റർ? എന്താണ് പ്രിന്ററിന്റെ ഉപയോഗം? ഇറ്റ് പ്രിന്റ്സ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഓൺ പേപ്പർ. പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷനെ എന്താണ്? പേപ്പറിലൂടെ നമുക്ക് തരും. ഇറ്റ് പ്രിന്റ്സ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഓൺ പേപ്പർ. ഓക്കെ, ഇറ്റ് ക്യാൻ പ്രിന്റ് ടെക്സ്റ്റ്.
ഇനി എന്തൊക്കെയാണ് അത് പ്രിന്റ് ചെയ്യുന്നത്? ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യും, പിന്നെ ഇമേജസ്, നമ്മൾ കൊടുക്കുന്ന പിക്ചേഴ്സ്, ഇമേജിന്റെ എഴുതുന്ന കാര്യങ്ങൾ മാത്രമല്ല പ്രിന്റർ എടുക്കുന്നത്. നമ്മൾ വരയ്ക്കുന്ന പടത്തിന്റെ പ്രിന്റ് ഔട്ട് എടുക്കും, പിന്നെ അതുപോലെ ഓൾസോ ഇമേജസ് എടുക്കും, ഇമേജിന്റെ എല്ലാം പ്രിന്റ് ഔട്ട് എടുക്കും, എഴുതുന്ന കാര്യങ്ങളുടെ എല്ലാം പ്രിന്റ് ഔട്ട് എടുക്കും. എഴുതുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പിക്ചറിനൊക്കെ നമ്മൾ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിന്റർ എന്തൊക്കെ എടുക്കും? ടെക്സ്റ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കും, അതുപോലെ ഇമേജസിന്റെ ഒക്കെ പ്രിന്റ് ഔട്ട് എടുക്കും. ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ ദ പ്രിന്റർ ഈസ് ഓൾസോ നോൺ ആസ് ഹാർഡ് കോപ്പി. പ്രിന്ററായി വരുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ഹാർഡ് കോപ്പി എന്നൊരു പേരൂടെ പറയും. നമ്മൾ പേപ്പറിൽ നമുക്ക് പ്രിന്റ് ഔട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ പ്രിന്റ് ഔട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. ഓക്കെ, ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് പഠിക്കാൻ ഹാർഡ് കോപ്പി മാത്രമേ നിങ്ങൾ ടെക്സ്റ്റിൽ ഇപ്പോൾ വർഷം പഠിക്കാനുള്ളൂ. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡിസ്പ്ലേഡ് ഓൺ ദ മോണിറ്റർ, അതായത് മോണിറ്ററിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ കാണത്തില്ലേ മോണിറ്ററിൽ വരയ്ക്കുന്ന കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മോണിറ്ററിൽ കൂടെ കാണാൻ പറ്റും. ഈ കാണാൻ പറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി. നമ്മൾ പേപ്പറിൽ നമുക്ക് പ്രിന്റ് ഔട്ട് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹാർഡ് കോപ്പി. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ നമുക്ക് ഹാർഡ് കോപ്പി മാത്രമേ പറയുന്നുള്ളൂ. മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി എന്ന് പറയും. ഹാർഡ് കോപ്പിയാണ് എന്ത്? പ്രിന്ററിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. പേപ്പറിൽ നമുക്ക് കിട്ടുന്നതിന് നമ്മൾ എന്താണ്? ഇച്ചിരി ഹാർഡാണ്. നമുക്ക് മോണിറ്ററിൽ ലഭിക്കുന്ന സോഫ്റ്റ് കോപ്പി നമുക്ക് അതിന് കാണാൻ പറ്റത്തില്ല, നമുക്കത് ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. പ്രിന്ററിൽ ലഭിക്കുന്നത് ഹാർഡ് കോപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ തൊട്ട് നോക്കാനും പിടിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് അതിനെ എന്ത് പറയും? ഹാർഡ് കോപ്പി എന്ന് പറയും. പക്ഷേ മോണിറ്ററിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഇൻഫർമേഷൻ ഉണ്ട്. മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു? സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു. പ്രിന്ററിൽ ലഭിക്കുന്ന കോപ്പിക്ക് പറയുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. ഓക്കെ, വാട്ട് ഈസ് ഹാർഡ് കോപ്പി? ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ ദ പ്രിന്റർ. റിസൾട്ട്, പ്രിന്ററിൽ കിട്ടുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഹാർഡ് കോപ്പി? ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ ദ പ്രിന്റർ. വാട്ട് ഈസ് ഹാർഡ് കോപ്പി? ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദ പ്രിന്റർ ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ ദ പ്രിന്റർ ഈസ് കോൾഡ് ഹാർഡ് കോപ്പി. വാട്ട് ഈസ് സോഫ്റ്റ് കോപ്പി? സോഫ്റ്റ് കോപ്പി ടെക്സ്റ്റിൽ പറയുന്നില്ല. മിസ് പറഞ്ഞല്ലോ എന്താണ് സോഫ്റ്റ് കോപ്പി? ദ ഡേറ്റ ഡിസ്പ്ലേഡ് ഓൺ ദി മോണിറ്റർ. എന്താണെന്ന് പറഞ്ഞേ? ഡേറ്റ, നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം. ഇപ്പം നമ്മൾ സ്കൈന്ന് ടൈപ്പ് ചെയ്തു, സ്കൈന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എവിടെ അത് കാണുന്നത്? മോണിറ്റർ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ ബ്ലൂന്ന് ടൈപ്പ് ചെയ്തു, ബ്ലൂന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? മോണിറ്റർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മോണിറ്ററെ കാണാൻ പറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറയുന്നില്ല എങ്കിൽ ഇത് ഹാർഡ് കോപ്പി പഠിക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് കോപ്പിയും കൂടെ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് മിസ് ഇത് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് സോഫ്റ്റ് കോപ്പി ഉണ്ട്, വാട്ട് ഈസ് ഹാർഡ് കോപ്പി ഉണ്ട്. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഡിസ്പ്ലേഡ് ഓൺ ദി മോണിറ്റർ. ഡേറ്റ മോണിറ്ററിൽ കാണുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ പടം വരയ്ക്കുന്നതും ഒക്കെ നമ്മൾക്ക് മോണിറ്ററെ കാണാൻ പറ്റും. ഈ മോണിറ്ററെ കാണുന്ന കാര്യങ്ങൾ എന്താണ്, എന്ത് പേര് വിളിക്കും എന്നാണ് പറഞ്ഞത്? സോഫ്റ്റ് കോപ്പി എന്ന് വിളിക്കും. മോണിറ്ററെ കാണാത്ത കാര്യങ്ങൾ നമുക്ക് പ്രിന്ററിൽ നമുക്ക് കിട്ടും, പേപ്പറിൽ കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും. അതിന് പറയുന്ന പേരാണെന്ത്? ദ പ്രോസസ്ഡ് ഡേറ്റ ഒബ്റ്റെയിൻഡ്, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഓൺ ദ പേപ്പർ ഈസ് കോൾഡ് എന്താണ്? ഹാർഡ് കോപ്പി. പ്രിന്ററിൽ കിട്ടുന്ന ഡേറ്റയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഹാർഡ് കോപ്പി. ഡു യു അണ്ടർസ്റ്റാൻഡ് ഹാർഡ് കോപ്പി ആൻഡ് സോഫ്റ്റ് കോപ്പി? മനസ്സിലായോ? ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർക്കുകയാണ്. എന്തൊക്കെയാണ്? ഡേറ്റ പഠിച്ചു, ഇൻഫർമേഷൻ പഠിച്ചു, ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? പ്രിന്റർ അല്ലേ? പ്രിന്റർ വന്നപ്പോഴാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചത്? സോഫ്റ്റ് കോപ്പി, ഹാർഡ് കോപ്പി. ഇനി നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രിന്റർ ഉണ്ടെന്ന് ഇവിടെ പഠിക്കാം. പ്രിന്റർ തന്നെ 3 types ഉണ്ട്. ഓക്കെ, ദ പ്രിന്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 types. ഫോളോയിങ് ടൈപ്സ്. പ്രിന്റർ 3 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിന്ററിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഒന്നാമത്തെ പ്രിന്റർ ഏതാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. പ്രിന്ററിന്റെ പടമൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഈസ് ഇങ്ക്ജെറ്റ് പ്രിന്റർ. രണ്ടാമത്തെ എന്താണ്? ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ്. തേർഡ് ലേസർ പ്രിന്റർ. അപ്പോൾ 3 types. ഇതിൽ കൂടുതൽ പ്രിന്റർ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഈ 3 type പ്രിന്ററാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 3 type പ്രിന്ററിനെ കുറിച്ചാണ്. 3 types പ്രിന്റർ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? മിസ് ഒന്നുകൂടെ പറയാം. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. നിങ്ങളോട് പറഞ്ഞേ, ഡോട്ട്
മെട്രിക്സ് പ്രിന്റർ. അടുത്ത ഏതാണ്? ഇങ്ക് ജെറ്റ് പ്രിന്റർ. എന്താണ്? ഇങ്ക് ജെറ്റ് പ്രിന്റർ. ദെൻ നെക്സ്റ്റ് ലേസർ പ്രിന്റർ. അപ്പം വിച്ച് ആർ ദ 3 types ഓഫ് പ്രിന്റർ? ഏതൊക്കെയാണ് 3 തരത്തിലുള്ള പ്രിന്റർ? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇങ്ക് ജെറ്റ് പ്രിന്റർ ആൻഡ് ലേസർ പ്രിന്റർ. എന്തൊക്കെയാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇങ്ക് ജെറ്റ് പ്രിന്റർ ആൻഡ് ലേസർ പ്രിന്റർ. ഫസ്റ്റ് യു ഹാവ് സ്റ്റഡീഡ് ദ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. നമുക്ക് ആദ്യം ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്താണെന്ന് പഠിക്കാം. ഓക്കെ. A dot matrix printer represents each character as a pattern of dots from a dot matrix. എന്താണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ represents each character as a pattern of dots from the dot matrix. ഓരോ ക്യാരക്ടർ ഓരോ ഡോട്ടായിട്ടായിരിക്കും അതിനെ എടുക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ ലെറ്റേഴ്സും ഓരോ ഡോട്ടായിട്ട്, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ഓരോ ഡോട്ടായിട്ട് ആ മെട്രിക്സ് ആയിട്ട് എന്ത് ചെയ്യും? എടുക്കും. ആരാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇറ്റ് സ്ട്രൈക്സ് പിൻസ് അഗെയിൻസ്റ്റ് ആൻഡ് ഇങ്ക് റിബൺ ടു പ്രിന്റ് ക്യാരക്ടേഴ്സ് ഓൺ പേപ്പർ. ഒരു റിബൺ, നമ്മുടെ ഓഫീസിലിരിക്കുന്ന പ്രിന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ബെറ്റി ആൻഡിയുടെ അടുത്തിരിക്കുന്ന പ്രിന്റർ, അതിലൊരു കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ടാണ് പ്രിന്റർ വരുന്നത്, പ്രിന്റ് ഔട്ട് കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഫീസ് അടയ്ക്കാനൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ ഫീസ് അടയ്ക്കാൻ? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പ്രിന്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പ്രിന്റർ അതെന്താണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്ററാണ്. അതിനകത്തിൽ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൽ ഓരോ ഇതായിട്ട് ഓരോ ക്യാരക്ടേഴ്സും എന്താണ്? ഓരോ ഡോട്ടായിട്ടാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നതെന്ന് അറിയാമോ? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഓക്കെ. ഇറ്റ് ക്യാൻ പ്രിന്റ് 50 to 500 ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്. 50 മുതൽ 500 വരെയുള്ള ലെറ്റേഴ്സ് ഒരു സെക്കൻഡിൽ പ്രിന്റ് എടുക്കും. ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഒരു സെക്കൻഡിൽ 50 തൊട്ട് 500 വരെ ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ് ആര് പ്രിന്റ് ചെയ്യും? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ പ്രിന്റ് ചെയ്യും. ഇപ്പോൾ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എല്ലാവരും കണ്ടല്ലോ, അതിന് പടം ഉണ്ട് അവിടെ. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ പടം കണ്ടോ? ഫസ്റ്റ് പ്രിന്ററാണ് നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഓക്കെ. നെക്സ്റ്റ് ഇങ്ക് ജെറ്റ് പ്രിന്റർ. അടുത്ത പ്രിന്റർ ഏതാ പഠിക്കുന്നത്? ഇങ്ക് ജെറ്റ് പ്രിന്റർ. ആൻഡ് ഇങ്ക് ജെറ്റ് പ്രിന്റർ ഷോട്ട്സ് ഫാസ്റ്റ് ഡ്രൈയിങ് ഇങ്ക് ത്രൂ ടൈനി നോസിൽസ് ഇൻ ദ പേജ് ഫ്രം ദ ക്യാരക്ടേഴ്സ്. ഇങ്ക് ജെറ്റ് പ്രിന്റർ ഷൂട്ട്സ് ഫാസ്റ്റ് ഡ്രൈയിങ് ഇങ്ക്. അതിന് ഇങ്ക് ജെറ്റ് എന്ന് കേൾക്കുമ്പോഴേ ഇങ്ക് എന്തുവാണ്? ഇങ്ക് നിങ്ങൾക്ക് അറിയാമോ ഇങ്ക് എന്താണെന്ന്? മഷി അല്ലേ? പണ്ട് മഷിപ്പെന്നൊക്കെ വെച്ചായിരുന്നു എല്ലാവരും എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നിങ്ങൾക്കൊന്നും അറിയില്ല. പണ്ട് ഹീറോ പെന്നും മഷിപ്പെന്നൊക്കെ വെച്ചായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരുന്നത്. മഷിയൊക്കെ മേടിച്ച് പെന്നിനകത്തിൽ ഒഴിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്തൊരു പേനയൊന്നുമില്ല. അതുപോലെ പ്രിന്ററിനകത്തിൽ മഷി യൂസ് ചെയ്ത് ഇങ്ക് യൂസ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കും. അത്തരം പ്രിന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇങ്ക് ജെറ്റ് പ്രിന്റർ. ആ പേരിൽ തന്നെ ഉണ്ട്. മറ്റേ നമ്മൾ ആദ്യമേ പഠിച്ച പ്രിന്ററിന്റെ പേര് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അത് എന്തായിരുന്നു? അതിനകത്തില് ക്യാരക്ടർ എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഓരോ ഡോട്ടായിട്ട് ഓരോ ക്യാരക്ടർ എടുക്കുമെന്നാണ് പറഞ്ഞത്. ആൻഡ് റിബൺ, ആ റിബൺ കാർബൺ പേപ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ റിബൺ വെച്ചിട്ട് അതിന് റിബണാണ്. ആ റിബണിൽ നമ്മൾ ഓരോ ലെറ്ററും പതിഞ്ഞിട്ട് അത് പേപ്പറിൽ പതിഞ്ഞു വരും. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പേര് വന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ഇങ്ക് ജെറ്റ് പ്രിന്റർ. ഇങ്ക് യൂസ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കും. ഓരോ ലെറ്റേഴ്സിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കും. ഓക്കെ. ഇത് ഇങ്ക് ജെറ്റ് പ്രിന്റർ യൂസ് ഇങ്ക് കാട്രിഡ്ജ് ഫോർ പ്രിന്റിങ്. ഒരു കാട്രിഡ്ജിനകത്തിൽ ഇങ്ക് നിറച്ച് വെച്ചേക്കുമായിരിക്കും. കാട്രിഡ്ജിനകത്തിൽ ഇങ്ക് നിറച്ച് വെച്ചിട്ട് ഈ ഇങ്ക് യൂസ് ചെയ്താണ് ആര് വർക്ക് ചെയ്യുന്നത്? ഈ ഇങ്ക് ജെറ്റ് പ്രിന്റർ വർക്ക് ചെയ്യുന്നത്. Inkjet printers are relatively expensive and inexpensive and produce high quality text and graphics in both black and white and color. Inkjet printer ഇച്ചിരി എക്സ്പെൻസീവ് കുറവാണ്, ചിലവ് കുറവാണ് ഇങ്ക്ജെറ്റ് കേട്ടോ. ഇങ്ക് കാട്രിഡ്ജിനകത്തിൽ ഇങ്ക് യൂസ് ചെയ്യും. ഇങ്ക് നിറച്ച് വെച്ചേക്കുക കാട്രിഡ്ജ്, ചെറിയ കാട്രിഡ്ജിനകത്തിൽ ഇങ്ക് യൂസ് ചെയ്തിട്ട് ഈ ഇങ്ക് എടുത്താണ് ഇത് പ്രിന്റ് ഔട്ട് ചെയ്യുന്നത്, പ്രിന്റ് എടുക്കുന്നത്. ഇത് എക്സ്പെൻസീവ്, ഇതിന് ചിലവ് കുറവാണ്. മറ്റുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പ്രിന്ററിനേക്കാളൊക്കെ ചിലവ് കുറഞ്ഞതായിരിക്കും ഇങ്ക്ജെറ്റ് പ്രിന്ററിന്. പിന്നെ അതുപോലെ എന്താണ്, ബ്ലാക്കും വൈറ്റും കളറും അതുപോലെ എല്ലാ കളറുകളും ഒക്കെ പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഇങ്ക്ജെറ്റ് പ്രിന്ററിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രിന്റർ ഇപ്പം മിസ് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആൻഡ് ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ പ്രത്യേകത എന്താണ്? ക്യാരക്ടേഴ്സ് ആസ് ഡോട്ട്, ഓരോ ക്യാരക്ടറും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ഡോട്ടായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചത് ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്കിന്റെ കാട്രിഡ്ജ് ഉണ്ടായിരിക്കും. എവിടെ? ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ ഇങ്ക് കാട്രിഡ്ജ് ഉണ്ടായിരിക്കും. അത് ഇൻഎക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു, ഇച്ചിരി ഇവിടെ ചിലവ് കുറഞ്ഞതാണ്. അതുപോലെ
പിന്നെന്താണ്, എല്ലാ കളറും നമുക്ക് കിട്ടും. ബ്ലാക്കും വൈറ്റും ഗ്രാഫിക്സിന്റെ ഒക്കെ പ്രിന്റ്, കളർ പ്രിന്റ്, ഇമേജിന്റെ, എഴുതുന്നതിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാൻ ഏത് പ്രിന്ററിൽ സാധിക്കും? ഇങ്ക്ജെറ്റിൽ സാധിക്കും. ഇനി അടുത്ത പ്രിന്റർ, മൂന്നാമത്തെ പ്രിന്റർ ഏതാണ്? ലേസർ പ്രിന്റർ. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലിരിക്കുന്ന പ്രിന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ലാബിലിരിക്കുന്ന പ്രിന്റർ ലേസർ പ്രിന്ററാണ്. ബെറ്റിയാൻ്റെ അവിടെ ഇരിക്കുന്ന പ്രിന്റർ ഏതാണെന്ന് പറഞ്ഞു? ഡോട്ട് മെട്രിക്സ് പ്രിന്ററാണ്. ഇങ്ക്ജെറ്റ് പ്രിന്റർ നമ്മുടെ സ്കൂളിലില്ല. 2 പ്രിന്റർ നമ്മുടെ സ്കൂളിലുണ്ട്. ഒന്നാമത് ബെറ്റിയാൻ്റെ അവിടെ ഇരിക്കുന്ന പ്രിന്റർ ഇനിയും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് ഡോട്ട് മെട്രിക്സ് പ്രിന്ററാണ്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ 2 പ്രിന്റർ ഇരിപ്പുണ്ട് അല്ലേ? ആ 2 പ്രിന്ററും എന്താണെന്നറിയാമോ? ലേസർ പ്രിന്ററാണ്. ഇനി വരുമ്പോൾ നോക്കണം പ്രിന്റർ. ഈ ലേസർ പ്രിന്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. What do you mean by laser printer? Laser printer is a high quality printing system that use toner and laser light. Okay? നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രിന്റ് ഔട്ട് ആയിരിക്കും ലേസർ പ്രിന്ററിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഫീസിൻ്റെ റെസിപ്റ്റും അതുപോലെ നമ്മുടെ ബയോഡേറ്റയൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെയൊക്കെ അഡ്മിഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്മിഷനൊക്കെ ഉള്ള ഫോമൊക്കെ ഫില്ല് ചെയ്യണം. അതിനൊക്കെ നിങ്ങൾക്ക് തരുന്നതും ആ പേപ്പറും അതുപോലെ ബെറ്റിയാനിലുള്ള ഫീസിൻ്റെ റെസിപ്റ്റും തമ്മിൽ ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. അത് ലേസർ പ്രിന്ററിൽ എടുക്കുന്നത് ഇച്ചിരി ചിലവ് കൂടിയതാണ്. അത് നല്ല പ്രിന്റ് ഔട്ട് ആയിരിക്കണം എടുക്കുന്നത്. ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മളൊരു പേപ്പറിൽ ടൈപ്പ് ചെയ്തെടുക്കുക, A4 സൈസ് പേപ്പറിൽ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലേസർ പ്രിന്ററിൽ അത് എടുക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രിന്റ് ഔട്ട് ആയിരിക്കണം. നല്ല പ്രിന്റ് ഔട്ട് ആയിരിക്കണം. നല്ല പ്രിന്റ് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചിലവ് കൂടുതലാണ്. അത് പക്ഷേങ്കിൽ ഏത് പ്രിന്ററിൽ എടുക്കണം? ലേസർ പ്രിന്ററിൽ എടുക്കണം. അപ്പോൾ ഫീസിൻ്റെ റെസിപ്റ്റ് എടുക്കുന്നതെല്ലാം നല്ല പേപ്പറിൽ എടുക്കണമെന്നുണ്ടോ? ഒത്തിരി പിള്ളേരുടെ പ്രിന്റ് ഔട്ട് എടുക്കണം. ഫീസിൻ്റെ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും എടുക്കണം. അതിപ്പോൾ നമുക്ക് നല്ല പ്രിന്ററിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിന് ചിലവ് കുറഞ്ഞ പ്രിന്റർ യൂസ് ചെയ്താൽ മതി. അതേസമയം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഫോമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയോഡേറ്റയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല A4 സൈസ് പേപ്പറിനകത്ത് പ്രിന്റ് ഔട്ട് എടുക്കണം. ഇങ്ങനത്തെയുള്ള പ്രിന്റ് ഔട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാം എടുക്കണം. നമ്മുടെ സ്കൂളിലെ ഒരു ആനിവേഴ്സറിയുടെ പ്രോഗ്രാമിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. അങ്ങനെയുള്ളതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുക്കണം. നല്ല ഭംഗിയായിരിക്കണം. നല്ല ലെറ്റേഴ്സ് ആയിരിക്കണം. ഇങ്ങനെയുള്ള പ്രിന്റ് ഔട്ടൊക്കെ നമുക്ക് ഏത് പ്രിന്ററിൽ എടുക്കാൻ പറ്റത്തുള്ളൂ? ലേസർ പ്രിന്ററിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിന്ററാണ് എന്ത്? ലേസർ പ്രിന്റർ. ലേസർ പ്രിന്റർ ഈസ് എ ഹൈ ക്വാളിറ്റി പ്രിന്റിംഗ് സിസ്റ്റം. നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലേസർ പ്രിന്റർ. It print laser light print images paper. It is a faster than the inkjet printer and dot matrix printer. ഫാസ്റ്റ് ആയിട്ട് മറ്റേ ഇങ്ക്ജെറ്റ് പ്രിന്ററും ഡോട്ട് മെട്രിക്സ് പ്രിന്ററും അതായത് പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ആര് പ്രിന്റ് ഔട്ട് എടുക്കും? ലേസർ പ്രിന്റർ എടുക്കും. പ്രിന്റ് ഔട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഇറ്റ് പ്രൊഡ്യൂസസ് ഹൈ ക്വാളിറ്റി ഡോക്യുമെന്റ്സ്. നല്ല ക്വാളിറ്റിയുള്ള ഡോക്യുമെന്റ്സിന്റെ ഒക്കെ പ്രിന്റ് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും? ഈ ലേസർ പ്രിന്ററിൽ മാത്രമേ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. പക്ഷേങ്കിൽ എന്താണ്? ഈ പ്രിന്ററിന് നല്ല വില കൂടുതലാണ്. ഇതിലെ ഓരോ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോഴും നമ്മളുടെ ചെലവ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, we can revise what we have studied today. നമുക്ക് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡേറ്റ. വാട്ട് ഈസ് ഡേറ്റ? എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഡേറ്റ. What is information? The processed data is known as information. Piece of information is called data. The processed data is called information. Then input device. The data entered into the device are called input device. Example, keyboard and mouse. What is output? The processed data obtained from the CPU is known as output device. Examples of output devices are printer and monitor. Then what is printer? Printer is used to take print out. എന്തിനു വേണ്ടിയാണ്? പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ? പ്രിന്റർ. What is hard copy? The hard copy means the result obtained from the printer. പ്രിന്ററിൽ വരുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹാർഡ് കോപ്പി. The printer is divided into three types, which are the dot matrix printer, inkjet printer and laser printer. Dot matrix printer print the characters are printed dots, and inkjet printer print the letters in ink cartridge, and the laser printer print out laser light ഒക്കെ യൂസ് ചെയ്താണ് ലേസർ പ്രിന്റർ പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി പ്രിന്റർ ആരാണ്? ലേസർ പ്രിന്റർ. ഓക്കെ, I will give the question answers in the group.
you want to write in your IT notebook neatly. And our activity 1, read your text 2 times up to you have studied today. What is our activity? Text 2 times വായിക്കണം. ഇന്ന് തരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2 times എഴുതി ബൈ ഹാർട്ട് ആക്കണം, കാണാതെ പഠിക്കണം. ഓക്കെ, മിസ് തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇന്നിപ്പോൾ മിസ് ക്ലാസ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഇട്ട് തരും. ആ ക്വസ്റ്റ്യൻ ആൻസർ 2 times IT ബുക്കിന്റെ ബാക്ക് സൈഡിൽ 2 times എഴുതിയിട്ട് കാണാതെ പഠിക്കുകയും വേണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കോൾ മീ മൈ പേഴ്സണൽ നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ പേഴ്സണലായിട്ട് വിളിക്കുക. ഓക്കെ, താങ്ക് യു.